ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയിലെ പാല ഈരാറ്റുപേട്ട റോഡിൽ നിന്നും 300 മീറ്റർ ദൂരത്തിൽ പനക്കപ്പാലം ടൗണിന് അടുത്തായിട്ടാണ് ഈ കാണുന്ന 1750 സ്ക്വയർ ഫീറ്റ് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി 14 സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സുന്ദരൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ സൈഡൊക്കെ ഗാർഡൻ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്ത് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് പടുത്തിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ്. പാല ഈരാറ്റുപേട്ട റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. നല്ല കിണർ വെള്ളത്തോടു കൂടി വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ലാതെ വിശാലമായിട്ടുള്ള ഒരു മുറ്റത്തോടു കൂടിയുള്ള ഒരു വീടും സ്ഥലവുമാണ്. 1750 സ്ക്വയർ ഫീറ്റ് 14 സെൻറ്റ് സ്ഥലം 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 92 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. ഒരേ സമയം നമുക്ക് 5 or 6 വണ്ടികൾ ഒരേ സമയം ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സൈഡിലെല്ലാം ഗാർഡൻ, കുറച്ചൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീടിനോട് ചുറ്റും ബേബി മെൻ്റലും വിരിച്ചിട്ടുണ്ട്. ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. ആ കാണുന്ന ഭാഗത്ത് നമുക്ക് ചെടികളോ പച്ചക്കറിയോ ഒക്കെ നടാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ബൗണ്ടറി വാൾ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഈ സൈഡിൽ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഈ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചെടികളോ അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ നടാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. എത്ര വലിയ വണ്ടി വേണേലും ഈ പോർച്ച് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ കാർ പോർച്ചാണ്. മുറ്റം നല്ല ഫ്രണ്ട് വശം കംപ്ലീറ്റ് ടൈലിട്ട് നല്ല അതിമനോഹരമാക്കിയിരിക്കുന്നു. നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കൂടിയാണ് ഈ വീടിനുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ലൊരു ഭംഗിയുള്ള ഒരു എലിവേഷനിലാണ് ഈ വീട് തീർത്തിരിക്കുന്നത്. പഞ്ചായത്ത് റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ഭാഗം കൂടി ടാർ ചെയ്ത് തരുന്നതാണ്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറാണ്. നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ സ്വീകരണ മുറിയിലേക്കാണ്. ഗസ്റ്റ് ലിവിങ് ഏരിയ. നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ്. നമുക്ക് ഒരേ സമയം നമുക്ക് കോർണർ സെറ്റിയൊക്കെ ഇട്ടാലും ഇഷ്ടംപോലെ സ്പേസ് കിട്ടുന്ന രീതിയിലാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് അവിടെ നമ്മൾ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് ഹോളും ലിവിങ് ഹോളുമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തടിയിൽ തന്നെയാണ് എല്ലാം. ഇത് മനോഹരമായിട്ടുള്ള 4 സീലിംഗ് വർക്കുകളും ഈ വീടിൻ്റെ മാറ്റുകൂട്ടുന്നു. നല്ല നീളത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു സൈഡ് വാഷ് ഏരിയ ഉണ്ട്. ഇത് ഓപ്പൺ കിച്ചൻ്റെ ഭാഗമാണ്. കിച്ചൻ്റെ അവിടെയാണെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് ഫുഡ് കൗണ്ടറാണ്. അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഡൈനിങ് ടേബിളിലേക്ക് എടുത്ത് വയ്ക്കാം. നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ കൂടിയാണ് ഈ വീടിൻ്റേത്. നല്ലവണ്ണം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കിച്ചണാണ്. നല്ല വലുപ്പമുള്ള കിച്ചൺ. എത്ര പേർക്ക് വേണേലും നമുക്ക് ഒരേ സമയം നിന്ന് പാകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിമ്മിനികളുമൊക്കെ പിടിപ്പിച്ച ഒരു ഭംഗിയുള്ള ഒരു കിച്ചണാണ്. നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ ആയതിൻ്റെ പുറത്താണ് ഇത് വർക്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. കിച്ചൺ നല്ല അത്രയും വലിപ്പമുള്ള കിച്ചണാണ്. നല്ല മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് കിച്ചണിലും
ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക്. ഇതാണ് ഫുഡ് കൗണ്ടറാണ്. അവിടുന്ന് ഇത് ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ ഉണ്ട്. അതും നല്ല ഭംഗിയായിട്ട് വാഷ് ഏരിയയുടെ സൈഡും എല്ലാം ഇൻറ്റീരിയർ വർക്ക് നടത്തി അത് ഗംഭീരമാക്കിയിരിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് നമുക്ക് 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ റോഡിലേക്ക്. ഈരാറ്റുപേട്ട, ഭരണങ്ങാനം, പാലാ ഭാഗത്തുള്ള എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെയും വണ്ടികൾ ഈ റോഡിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളും കോളേജും എല്ലാം ഈ വീടിന് അധികം ദൂരത്തല്ലാതെ നമുക്ക് ലഭ്യമാണ്. നമ്മൾ ഒരു ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാം നല്ല വലുപ്പമുള്ള റൂമുകളാണ്, അറ്റാച്ച്ഡ് റൂമുകളാണ്. എല്ലാം നല്ല വലുപ്പമുള്ള ടൈലുകളാണ്. ആർക്ക് 3ൻ്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് ഐറ്റംസ് ആണ്, സാനിറ്ററി ഐറ്റംസ്. ഇത് വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. അവിടെ നിന്ന് നമ്മൾ അടുത്ത റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ റൂമിന് 6 പാളി ജനൽ വന്നിട്ടുണ്ട്. വിശാലമായിട്ടുള്ള റൂമുകളാണ്. വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ലാതെ പാലാ ഈരാറ്റുപേട്ട റോഡിൻ്റെ സമീപത്തായിട്ട് ഒരു വീട് നോക്കുന്ന ഏതൊരാൾക്കും നമുക്ക് ഈ വീട് സൂട്ടബിൾ ആയിരിക്കും. കാരണം പനക്കപ്പാലം ടൗണിന് അടുത്തായിട്ടാണ്. ഭരണങ്ങാനത്തിന് പോകണേലോ ഈരാറ്റുപേട്ടയ്ക്ക് പോകണേലോ ഒക്കെ അടുത്തായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ല. ഇഷ്ടംപോലെ സുലഭമായിട്ടുള്ള കിണർ വെള്ളത്തോട് കൂടിയുള്ള ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 92 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയറാണ്. നല്ല വലിപ്പമുള്ള ഇത് ടെറസ് ഏരിയയാണ്. എല്ലാം കവേർഡ്, പ്രൂഫ് ചെയ്തിട്ടുണ്ട്.